ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ റസ്ഫി. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന കിഴിപ്പൊറാട്ട എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇനി കിഴിപ്പൊറാട്ട കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ മൺചട്ടിയിലാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. മൺചട്ടിയിൽ ബീഫ് ഉണ്ടാക്കി അതിന് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത്ര ചെറിയ പീസാക്കിയിട്ടൊന്നുമല്ല, ഒരു മീഡിയം പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബോൺലെസ് ആണ്, എല്ലുള്ളത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ, പച്ചമല്ലിപ്പൊടിയല്ല. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവയുടെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിന്റെ പൊടിയും കൂടെ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 അല്ലി കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനൊരു വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് വേവിച്ചെടുക്കുന്നത് നമ്മുടെ വിറകൊക്കെ വെച്ച് കത്തിക്കുന്ന അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ അത് ഒരു 1 അവറൊക്കെ നമുക്ക് വെക്കേണ്ടി വരും. കുക്കറിൽ അടിക്കുന്ന പോലെയല്ല, കുറച്ച് ടൈം പിടിക്കും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അടുപ്പിൽ വെച്ച് വേവിക്കാൻ വെക്കുകയാണ്. കുറച്ച് ടൈം പിടിക്കും, എന്ന് വെച്ചാൽ ബീഫ് അത്യാവശ്യം വേവുള്ളതാണ്. ഇപ്പോൾ ഒരു 1 അവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പം ഏകദേശമൊക്കെ ഒരു വേവായ പോലെ തോന്നുന്നുണ്ട്. ഇനി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കാം വേവായിട്ടുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ കുറച്ച് ടൈമും കൂടി നമുക്ക് വേവിക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു നല്ല വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. കുറേശ്ശെ വെള്ളമുണ്ട്, ആ വെള്ളം അതിൽ തന്നെ നിന്നോട്ടെ. എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു വെള്ളം ആവശ്യമുള്ളതാണ്, അത് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റൗവിൽ ഞാനൊരു പാന് ചൂടാവാനായിട്ട് വെച്ചിരുന്നു. ഏകദേശം അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ളൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, ചെറിയ ഉള്ളി, അതേപോലെ വലിയ ഉള്ളി ഒന്നും എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വലിയ ഉള്ളി അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നിന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നത്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഉള്ളി അതേപോലെ ആ മസാലയ്ക്കുള്ളത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബീഫിലേക്കുള്ളത് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഓർത്തിട്ട് വേണം ഇതിൽ ഉപ്പ് ആഡ് ചെയ്യാൻ കേട്ടോ. കൂടുതലാവാതെ ശ്രദ്ധിക്കണം. ഇനി 2 ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ, രണ്ടും കൂടെ. ഇനി ഇത് നന്നായിട്ട് ഇതിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഏകദേശം ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അതും വറുത്ത മല്ലിപ്പൊടി തന്നെ കേട്ടോ ഞാൻ ഇപ്പോഴും ഇടുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്ന് വെച്ചാൽ ആ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ട് ഇത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ മസാല ഒക്കെ നല്ലൊരു വറവായി വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇതിന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എരിവ് അധികം വേണ്ട എന്നുള്ളൊരു മുളകൊന്ന് കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് അത്യാവശ്യം ഒരു സ്പൈസി ആയിട്ടാണ് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ.
ആ തക്കാളി ഒന്ന് വേവാവണ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്ക് തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഏകദേശം തക്കാളി നല്ലൊരു വേവായി വന്ന പോലെ തോന്നുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോരി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. കണ്ടില്ല, നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചിലപ്പം നമ്മൾ കുക്കറിലൊക്കെ വേവിക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം ഒരു വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ ചട്ടിയിലിട്ടിട്ട് ഞാൻ അടുപ്പിൽ വേവിച്ചതുകൊണ്ടാണ് വെള്ളം കുറവായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് അല്പം കൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം കേട്ടോ. വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയേ. പക്ഷേ നമ്മുടെ ആ ഒരു പൊറോട്ടൻ്റെ മുകളിൽ അത്യാവശ്യം ഒരു ഗ്രേവി ആയിട്ടാണ് വരിക. അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം, അതാവും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതിലേക്ക് കുറേശ്ശെ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. ആ ഒരു മസാലയിലൊക്കെ ആ ബീഫിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ബീഫിൻ്റെ ആ ഒരു മസാലക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് കുറച്ച് ടൈം ഇതിലൊന്ന് കിടന്നിട്ട് വേവായി വരട്ടെ. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമ്മളൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു വെള്ളമുണ്ട്, അപ്പോൾ അങ്ങനെ പിടിക്കുകയൊന്നുമില്ല. എന്നാലും ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു കറിക്കും തന്നെ ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇനി കുറച്ച് ടൈമും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി അതൊന്ന് വേവായി വരുമ്പോഴേക്ക് നമുക്കൊന്ന് വായിൽ വാട്ടിയിട്ടെടുക്കാം. ഞാൻ ഗ്യാസിന് മുകളിൽ വെച്ചിട്ട് തന്നെയാണ് വായിൽ വാട്ടിയെടുക്കുന്നത്. ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വായിന്ന് കിട്ടുന്നതാണ്. ഇനി ഞാൻ ബീഫ് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം നല്ലൊരു വേവായിട്ടുണ്ട്. ആ മസാലയിലൊക്കെ കിടന്നിട്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക്, അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ആ ഒരു ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പൊറോട്ടയുടെ മുകളിൽ വെച്ചിട്ട് കീ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കീ ഉണ്ടാക്കിയെടുക്കാം. ഇനി കീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ കഷ്ണം വാഴയുടെ ഇല എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇതേപോലെ ഒരു ചെറിയ പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിൽ ഞാനൊരു പൊറോട്ട വെക്കുന്നുണ്ട്. പൊറോട്ട ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇനി അതിൻ്റെ മുകളിൽ ബീഫ് വെച്ച് കൊടുക്കുകയാണ്. ബീഫ് ഞാൻ അത്യാവശ്യം കുറേശ്ശെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വലിയ ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി ഇത് അതിന് മുകളിൽ ഞാൻ വെതറി കൊടുക്കണം. ഇതേപോലെ കുറച്ച് മതി കേട്ടോ, അധികം ഓവറായിട്ടൊന്നും വേണ്ട, കുറേശ്ശെ. ഇനി ഇതിന് മുകളിൽ ഞാൻ വേറൊരു പൊറോട്ടയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബീഫ് ഇതിന് മുകളിൽ ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുകൊണ്ട് നമുക്കങ്ങ് കീ ഉണ്ടാക്കിയെടുക്കുക വേണ്ടത്. ഇത് ജസ്റ്റ് അങ്ങ് ഫോൾഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളൊരു വാഴയുടെ തുമ്പ് എന്തെങ്കിലും എടുത്തിട്ട്, ഞാൻ വാഴയുടെ തുമ്പ് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ, അത് എടുത്തിട്ട് അങ്ങ് കെട്ടുകയാണ് ചെയ്യണത്. ഇതേപോലെ അങ്ങ് മടക്കിയെടുക്കുക. അപ്പം നമ്മുടെ കിഴി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കിഴി വെച്ച് കൊടുക്കുകയാണ്. ഞാൻ 2 കിഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് രണ്ടും ഞാൻ അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോവും. ഇനി ഇത് ഞാൻ മൂടി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്.
ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ അടിഭാഗമൊക്കെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കിഴി പൊറോട്ട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മസാല ഒക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കിഴി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭാഗത്ത് കാണുന്ന ഈ അടിഭാഗത്ത് കാണുന്ന പൊറോട്ടയ്ക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നല്ല പൊള്ളുന്ന ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എന്താണ് ടേസ്റ്റ്, കാണാൻ തന്നെ ഒരു അടിപൊളിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.